നോക്കുക 7:40 ഒരു ക്ലോക്കിൽ 7:40 ആകുമ്പോൾ അത് എത്ര ഡിഗ്രി അളവ് അവ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, കോൺ എത്രയാണെന്നാണ് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 7 നമ്മൾ അതേപോലെ എഴുതി. ഈ 40 മിനിറ്റ് സൂചി എവിടെ വരുമ്പോഴാണ് 40 മിനിറ്റ് ആകുന്നത്? 8 വരുമ്പോഴല്ലേ. അപ്പോൾ നമ്മൾ 8 എഴുതി. ഇനി 7ൽ നിന്ന് 8 നമ്മൾ കുറക്കും, മൈനസ് ചെയ്യും. കുറക്കുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. മൈനസ് നമ്മൾ ഇവിടെ തൽക്കാലം എഴുതി വെച്ചു. 1 അല്ലേ. ഇനി ഇതിനെ ഈ കിട്ടുന്ന നമ്പർ ഈ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പറിനെ എപ്പോഴും നമ്മൾ 30 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 1 × 30 എന്ന് പറഞ്ഞാൽ 30 ആണ്. ഈ 30 നമ്മൾ എഴുതി. ഈ തന്നിരിക്കുന്ന മൈനസ് സൈൻ നമ്മൾ ഇവിടെ എഴുതി. ഇനി നോക്കുക, മിനിറ്റ് 40 മിനിറ്റ് അല്ലേ, അതിൻ്റെ പകുതി എടുക്കുക. 40ൻ്റെ പകുതി 20 ആണ്. ആ 20 എഴുതി. 30ൽ നിന്ന് 20 കുറക്കുക, 10 കിട്ടും. അതായത് നമുക്ക് കിട്ടി. നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 10 ഡിഗ്രി ആയിരിക്കും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? 11:20. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 11 നമ്മളിവിടെ എഴുതി. ഓക്കെ. 20 എപ്പോഴായിരിക്കും വരിക? മിനിറ്റ് സൂചി 4ൽ വരുമ്പോഴല്ലേ 20 വരിക. ഓക്കെ. ഇനി നമ്മൾ 11ൽ നിന്ന് 4 കുറക്കുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. തന്നിരിക്കുന്ന 7നെ 30 കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30 കൊണ്ട് ഗുണിക്കും. 7 30 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 210 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. ഇവിടെ നമ്മളിനി തന്നിരിക്കുന്ന, അതായത് ഇവിടെ തന്നിരിക്കുന്ന മിനിറ്റ് 20 മിനിറ്റ് അല്ലേ, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 10 അല്ലേ, ആ 10 നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് 220 ഡിഗ്രി ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മുടെ പരീക്ഷാ പേപ്പറിൽ ഒരു പക്ഷേ 220 എന്ന ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. തന്നിരിക്കുന്ന 220 360ൽ നിന്ന് കുറച്ചാൽ മതി. 360 മൈനസ് 220 041 140 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ മിക്കവാറും 140 ഡിഗ്രി എന്നുള്ള ആൻസർ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടാകും. ക്ലിയർ? അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 4:50. അതൊരു ക്ലോക്കിൽ 4:50 എന്ന് പറയുന്നത് എത്ര ഡിഗ്രി കോണളവായിരിക്കും കാണിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ 4 നമ്മൾ എഴുതി. ഈ മിനിറ്റ് സൂചി 50 ആകിയെന്ന് വെച്ചാൽ അത് 10ൽ വരുമ്പോഴല്ലേ, അല്ലേ? 10ൽ വരുമ്പോഴാണ്. ഇനി കുറയ്ക്കുക. 4ൽ നിന്ന് 10 കുറച്ചാൽ 6 കിട്ടും. മൈനസ് ആണെങ്കിൽ അത് എഴുതി വെക്കുക. ഓക്കെ. ഇതിവിടെ എഴുതി ഇങ്ങനെ നമ്മൾ വെച്ചു. ഇനി എപ്പോഴും ഇതിനെ നമ്മൾ ഗുണിക്കേണ്ടത് 30 കൊണ്ടാണ്. 6 × 30 180 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ടൊരു മൈനസ് സൈൻ ഇടും. മൈനസ് ഇല്ല എങ്കിൽ നമ്മളിവിടെ പ്ലസ് ആണ് ഇടുക കേട്ടോ. മൈനസ് സൈൻ തന്നിട്ടില്ലെങ്കിൽ കൂട്ടിയാലും മതി. മൈനസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ 180 എഴുതി. എത്രയാണ് കുറയ്ക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന മിനിറ്റ് 50 അല്ലേ, അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 25 അല്ലേ. അപ്പോൾ 180ൽ നിന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 155 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഇവിടെ തന്നിരിക്കുന്ന 450 എന്ന് പറയുന്ന ആ കോൺ അളവ് എടുത്തു കഴിഞ്ഞാൽ അത് 155 ഡിഗ്രി ആയിരിക്കും. നമുക്കിനി പിന്നെ ഒരെണ്ണം കൂടെ നോക്കാം. ഓക്കെ. ഒരെണ്ണം കൂടെ നോക്കിയാലോ? ക്ലോക്കിൽ 8 മണിയാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നുമില്ല, തന്നിരിക്കുന്ന 8നെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ 30 കൊണ്ട് ഗുണിക്കുക. നമുക്ക് 240 എന്ന ആൻസർ കിട്ടും. ഇനി തന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓപ്ഷനിൽ 240 ഇല്ല എങ്കിൽ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? 360ൽ നിന്നും 240 കുറക്കുക. നമുക്ക് 120 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. ഇതിലേതെങ്കിലും ഒരു ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 7 മണി നമുക്ക് നോക്കാം. 7 മണിയാകുമ്പോൾ ഒരു ക്ലോക്കിൽ 7 മണിയാകുമ്പോഴോ ഒന്നുമില്ല, തന്നിരിക്കുന്ന 7നെ 30 കൊണ്ട് ഗുണിക്കുക. 7 × 3 21 0. ഇവിടെ 210 ഡിഗ്രി ആയിരിക്കും. ഇനി 210 ഡിഗ്രി ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 360ൽ നിന്നും 210 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 എന്ന് കിട്ടും അല്ലേ. 60ൽ നിന്ന് 10 കുറച്ചാൽ 50, 3ൽ നിന്ന് 2 കുറച്ചാൽ 150 ഡിഗ്രി എന്ന് കിട്ടും. ഇതിലേതെങ്കിലും ഒരു ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഇവിടെ നോക്കാം. ഇനി 5 മണി ആണെങ്കിലോ? 5 മണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം. നിങ്ങൾക്കറിയാലോ 5 മണിയാണെന്ന് ഇതായിരിക്കും വരിക. നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. ഏകദേശം ഇത് 3 4 ഏകദേശം ഇത് 5 മണിയാണല്ലേ. അപ്പോൾ 5 മണിയാകുമ്പോൾ ഇവിടെ വരും. പിന്നെ മിനിറ്റ് സൂചി ഇവിടെ ആയിരിക്കും നിൽക്കുക. ഇങ്ങനെയായിരിക്കും നിൽക്കുക അല്ലേ. ഈ ആംഗിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത് കാണുവാനായിട്ട് ഒന്നുമില്ല. തന്നിരിക്കുന്ന 5നെ
30 കൊണ്ട് ഗുണിക്കുക, 5×3 150 ഡിഗ്രി എന്ന് കിട്ടും. അതുകൊണ്ട് ഈ ആംഗിൾ നോക്കിയാൽ 150 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പിന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 6 മണി, ഒരു ക്ലോക്കിൽ 6 മണിയാകുമ്പോൾ അതിൻ്റെ കോൺ എത്രയാണ് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കേ.